നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് ഗംഗോൽപത്തിയെക്കുറിച്ചും ശ്രീശങ്കരൻ ഹരിയെ പൂജിക്കുന്നതിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. വാമനമൂർത്തിയായി അവതരിച്ച ശ്രീ ഭഗവാന്റെ തൃപ്പാദനഖത്താൽ പിളർക്കപ്പെട്ട ബ്രഹ്മാണ്ടത്തിൽ നിന്നും ജലധാര കീഴ്പോട്ടൊഴുകി ഭഗവത് പാദസ്പർശത്താൽ അത് പരിപാവനമായ ഗംഗാതീർത്ഥമായി ഭവിച്ച് സ്വർഗത്തിലെത്തി. ആദ്യം ധ്രുവലോകത്തിൽ പ്രവേശിച്ചു. ധ്രുവൻ ഗംഗയെ ഭക്തിപൂർവ്വം സ്തുതിച്ച് പൂജിച്ചു. ഗംഗ വീണ്ടും കീഴ്പോട്ട് ചന്ദ്രമണ്ഡലം വഴി വന്ന് മേരുശിഖരിയിലുള്ള ബ്രഹ്മപുരിയിലെത്തി. അവിടെ വെച്ച് സീത, അളകനന്ദ, ചക്ഷുസ്, ഭദ്ര എന്നിങ്ങനെ 4 ശാഖകളായി പിരിഞ്ഞ് 4 ഭാഗത്തേക്ക് ഒഴുകി. അളകനന്ദ തെക്കോട്ടൊഴുകി ഹിമവാനെയും കടന്ന് ഭാരതവർഷത്തിൽ കൂടി പ്രവഹിച്ച് ദക്ഷിണ സമുദ്രത്തിൽ ചെന്നു ചേരുന്നു. അളകനന്ദയുടെ മാഹാത്മ്യം വാചാമഗോചരമാണ്. അതിൽ സ്നാനം ചെയ്യണമെന്ന് സങ്കൽപ്പിച്ച് പുറപ്പെടുന്നവന്റെ ഓരോ കാലടി വെപ്പും ഓരോ രാജസൂയയാഗം ചെയ്യുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഇളാവൃതത്തിൽ ശ്രീശങ്കരൻ മാത്രമേ പുരുഷനായുള്ളൂ. അന്യപുരുഷൻ അവിടെ പ്രവേശിച്ചാൽ സ്ത്രീയായി ഭവിക്കുമെന്ന് ശ്രീ പാർവതീദേവിയുടെ ഒരു ശാപമുണ്ട്. അവിടെ വെച്ച് ഭഗവാൻ ശ്രീ ശിവൻ പാർവതി സമേതനായി ശ്രീഹരിയെ സംഘർഷമൂർത്തി സ്വരൂപത്തിൽ ഇപ്രകാരം ഉപാസിക്കുന്നു. ഹേ മഹാപുരുഷ, അവിടുത്തെ പാദപത്മങ്ങളെ ഭജിക്കുന്നവന്റെ സകല സങ്കടങ്ങളും തീർത്ത് നിന്തിരുവടി സകല അഭിഷ്ടങ്ങളെയും നൽകുന്നു. സകല പ്രാണികളുടെയും അന്തരംഗ വ്യാപാരത്തെ സാക്ഷിയായി അറിയുന്ന നിന്തിരുവടിയെ ഭജിച്ചാൽ മാത്രമേ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കുവാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ സഹസ്രം ശിരസ്സുകളിൽ ഒന്നിനുമേൽ ഈ ഭൂമണ്ഡലം ഒരു കടുകുമണി പോലെ ചെറുതായി തോന്നിക്കുന്നു. അത്രത്തോളം ബൃഹദൈശ്വര്യസമ്പന്നമായ നിന്തിരുവടിക്ക് അനന്തകോടി നമസ്കാരം. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.